ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും കിച്ചണിലാണ് കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനായിട്ടില്ലേ കിച്ചണിൽ വന്നത്. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി വെറൈറ്റി സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുന്നേ ആദ്യം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നും ബട്ടൺ എന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. എന്തായിരിക്കും? ഫ്രഞ്ച് ഫ്രൈസ്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കി തിന്നാറുള്ളതാണ്. എനിക്ക് എൻ്റെ ചേച്ചിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് അതുണ്ടാക്കാം. അതിനുണ്ടാക്കാനായിട്ടുള്ള റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ അതേതാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ ചെയ്ത് വളർന്നു വിട്ട് എന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഞാൻ അധികം എടുത്തിട്ടില്ല. ഇത് തന്നെ നമുക്ക് ഉണ്ടാവും കുറച്ചധികം. അപ്പോൾ നമുക്ക് 2 ഉരുളക്കിഴങ്ങ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ എണ്ണയിൽ പൊരിക്കേണ്ട കാര്യമുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇതിന് മേലുള്ള കത്തി കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനാണ് കത്തി എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ വെച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ ഇതിന് മേലത്തെ തോലുകൾ. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പീൽ ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കത്തി കൊണ്ട് ചെയ്തതാണ്. അതാണ് ഇത്ര നേരം പിടിച്ചത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ട രീതി കാണാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കാരണം നമ്മളിത് ചെത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇത് കഴുകിയിട്ടാണ് ഞാനത് ചെത്തിയത്. പക്ഷെ അത് തോല് ചെത്തുന്ന കാരണമല്ല ഞാനത് കഴുകിയത്. ഇനി നമുക്ക് തോലിൻ്റെ ഉള്ളിൽ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കഴുകാം. കഴുകുക കേട്ടോ. നല്ല രീതിയാണ് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യേണ്ട രീതി കാണാം. അതിനുവേണ്ടി ഞങ്ങൾ കട്ടിംഗ് ബോർഡ് ഇതാണ് കേട്ടോ എടുക്കാറ്. അപ്പം നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ കട്ടിംഗ് ബോർഡ് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ഈ 2 എണ്ണം നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ നമുക്ക് കാണാം. ലൈറ്റിൻ്റെ ഇത് കാണാം നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇത് ആദ്യം സ്ലൈസായിട്ട് ഇങ്ങനെ നേരിക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ചെറുതാക്കിയിട്ട് വേണം അരിയാൻ. കട്ടി കൂടിയാൽ അത് ഫ്രൈ ആവുന്ന സമയത്ത് അതിൻ്റെ കട്ടി കൂടും. അപ്പോൾ ഉള്ളു വേവില്ല. അതാണ് സ്ലൈസ് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്നും കൂടി കട്ട് ചെയ്യാം. ഇനി ഇതിന് മേലെ ഓരോന്നായിട്ട് വെച്ചിട്ട് നമുക്കിത് സ്ലൈസ് ആക്കിയിട്ട് അരിയാം. പക്ഷേ അങ്ങനെ അരിയരുത്. അങ്ങനെ അരിയണമെങ്കിൽ അങ്ങനെ അരിഞ്ഞോളൂ, പക്ഷേ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരേപോലെ കിട്ടുന്നുള്ളൂ. അതിൻ്റെ കട്ടി ചിലപ്പോൾ കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം നമുക്കിത് അരിയാൻ. അപ്പോൾ നമുക്കിത് ഒന്നൊന്നായിട്ട് വെച്ച് ചെയ്യാം കേട്ടോ. നീളം പകുതി കുഴപ്പമില്ല, പക്ഷേ കട്ടി കൂടാൻ പാടില്ല. ഏകദേശം ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ അരിയാൻ കേട്ടോ. നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് സാധാ അത്ര കട്ടിയിലാണ് അരിയാൻ പാടുള്ളൂ. നമുക്ക് എല്ലാതും അതേപോലെ അരിഞ്ഞ്. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാതും ഈ ഒരു നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കട്ടി കുറയ്ക്കണമെങ്കിൽ എല്ലാതും കട്ടി കുറയ്ക്കാം. ഇങ്ങനത്തെയൊക്കെ ഉള്ള പീസുകൾ നമുക്കൊന്നും കൂടി കട്ടി കുറയ്ക്കാം കേട്ടോ ഗൈസ്. നമുക്കെല്ലാതും ഒരുവിധം കറക്റ്റ് പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോയിൽ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് കഴുകിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ബോയിൽ ചെയ്യാൻ. ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ 4-5 ഗ്ലാസ് വേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇടാം. നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്കിത് ബോയിൽ ചെയ്യിപ്പിക്കാം, വെക്കാം. ഇതൊന്ന് വെട്ടി തിളയ്ക്കണ വരെ നമുക്കിതൊന്ന് ബോയിൽ ചെയ്യിപ്പിക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതുവരെ നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം. അപ്പോൾ ഗൈസ്, അതിന് വേണ്ടി നമുക്ക് അടുത്തതായി ഒരു പ്ലേറ്റ് എടുക്കാം. ഇടുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്ത് പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിത് 3ഉം കൂടിയിട്ട് ഇതിലിടാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, മൈദപ്പൊടി കറക്റ്റ് അളവിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 2 സ്പൂണോളം ഇടാം. 1 സ്പൂൺ, വലിയ സ്പൂണാണ് കേട്ടോ ഗൈസ്, ചെറിയ സ്പൂണല്ല. 2 2.25
സ്പൂണാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചധികം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അതിലോട്ട് ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഒരു തരി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് മൂന്നും കൂടി ഒന്ന് മിക്സ് ആക്കാം. കടയില്ല, ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ആക്കാം കേട്ടോ ഗൈസ്. മഞ്ഞൾപ്പൊടി ഇപ്പോൾ കാണത്തില്ല, നമുക്കത് ഇതിൽ പിടിക്കണം. നനയാത്ത പ്ലേറ്റ് വേണ്ട ഗൈസ്. എടുത്ത് നനഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടി പിടിക്കും. ഇത് മിക്സായിട്ട് അതിൽ പിടിക്കില്ല കേട്ടോ ഗൈസ്. അവിടെ തിളച്ചിട്ടോ ഗൈസ്, നമുക്കത് അവിടെ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് അത് നല്ല രീതിക്ക് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അധികം തിളച്ച് കഴിഞ്ഞാൽ ഇത് ഉടയും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു തിളച്ചാൽ മതി. നമുക്കൊരു സ്പൂൺ ഇട്ട് നമുക്കതിൻ്റെ വേവ് നോക്കിയിട്ട് നമുക്കിനി ഓൺ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു സാധനം കൊണ്ടാണ് കേട്ടോ, തവി കൊണ്ടാണ് ഇത് കോരി എടുക്കുന്നത്. ഇത് വെന്താന്ന് നമുക്ക് ആദ്യം അറിയണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. പാകമായോ എന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കൊന്ന് വെന്താന്ന് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് വെന്തിട്ടുണ്ട്. നമുക്കിത് കോരിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇടാം കേട്ടോ ഗൈസ്, ഇതിൻ്റെ ഈർപ്പൊന്നും മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരി അതിലോട്ട് ചൂടാറാനും പിന്നെ ഇതിൻ്റെ ഈർപ്പം മാറാനും കൂടി നമുക്കതിലോട്ടൊന്ന് ഇടാം കേട്ടോ. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കത് വിരിച്ചിട്ട് ഇട്ടിട്ട് ഒപ്പി എടുത്ത് കഴിഞ്ഞാൽ വേഗം അത് മാറിക്കിട്ടും. ടിഷ്യൂ പേപ്പർ കഴിഞ്ഞു, ഞാനൊന്ന് നോക്കണം ടിഷ്യൂ പേപ്പർ ഉണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പം തന്നെ ആ മസാലയിലോട്ട് ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നനവുള്ളത് കൊണ്ട് തന്നെ അത് ഒട്ടി പിടിക്കും. അപ്പോൾ എല്ലാത്തിലും ആവില്ല, അപ്പോൾ എല്ലാത്തിനും പ്രശ്നമാകും. അപ്പോൾ ഇതിലോട്ട് കോരി ഇട്ട് ഇതിൽ ഈർപ്പൊക്കെ ഒന്ന് മാറി നമുക്ക് പതിയെ മസാലയിലോട്ടൊന്ന് ഇട്ടിട്ട് പോയിട്ട്. അപ്പോൾ ഗൈസ് ഇതിലോട്ട് നമ്മളൊരു സാധനം ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മൈക്കൊന്ന് കുത്തിട്ടോ ഗൈസ്. ഇതിലോട്ട് നമുക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഒരു തരി കോൺഫ്ലവർ പൊടി ഇടാം കേട്ടോ. ഒരു അര ടീസ്പൂണുള്ള നമുക്ക് കോൺഫ്ലവർ പൊടി ഇടാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇട്ടിട്ടുണ്ട്. നമുക്ക് കയ്യോണ്ട് മിക്സ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ബെറ്റർ. ഞാൻ അധികം അത് വേവിക്കാത്തത് ദൊഡയും പിന്നെ നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കണോണ്ട് അപ്പോഴും വേവില്ല, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ കണ്ട ഒട്ടി പിടിക്കില്ല. ഫുള്ളൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് വരെ നമുക്ക് വെക്കാം. അപ്പോൾ അതിന് നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ. ഫ്രൈ പാൻ ഒന്ന് ചൂടാവട്ടെ. ഫ്രൈ പാൻ ചൂടായിട്ട് ഞാനിവിടെ ഓയിലാണ് കേട്ടോ വറക്കണത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഗൈസ് പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കെട്ടിട്ട് അപ്പോൾ ഫുള്ള് ചൂടായിട്ട് നമുക്ക് അതിലോട്ട് ഓയിൽ വയ്ക്കട്ടോ. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, വറക്കാൻ ആവശ്യമില്ല എത്ര ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സാധനം എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നല്ല രീതിക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ചേർത്ത് വെച്ച നമ്മുടെ ഐറ്റം ഇതിലോട്ട് ഇടാം. സൂക്ഷിച്ചിടണം കേട്ടോ, ഇല്ലെങ്കിൽ കൈയൊക്കെ പൊട്ടിയത് ചെയ്തിട്ട് ആകെ പ്രശ്നമാവും. ഇത് കുറച്ച് വറുത്ത് കോരാട്ടോ.
നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കയ്യിലെടുത്തിട്ട് വരാം. നമ്മുടെ ഐറ്റം ഇവിടെ മൊരിഞ്ഞുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കറുമുറാ മരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഐറ്റം അടിപൊളിയായിട്ട് കറുമുറാ മരിഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല വേവിൽ ഇതൊന്നും കരിയാതെ അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഫുൾ വേവിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഇടാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് മൊരിഞ്ഞ് കിട്ടട്ടെ കേട്ടോ ഗൈസ്. ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇനി വെച്ചാൽ ഇത് കരിയൂട്ട് ഗൈസ്. നല്ല രീതിക്ക് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് കോരി മാറ്റാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് അടിപൊളിയായിട്ട് ഇതാ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതിലിട്ടോട്ട് വറക്കാം കേട്ടോ. പിന്നെ സ്റ്റോറേജ് ഫുള്ളായിട്ടോ ഗൈസ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ലാഗായത്. അപ്പോൾ ഇതിലോട്ടൊന്ന് ചൂടായിട്ട് നമുക്കിതും കൂടി ഇട്ട് വറുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രഞ്ചി ആയിട്ടുള്ളതാണ് കേട്ടോ ഗൈസ്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനതൊന്നും കൂടി വറക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അവിടെ തന്നെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിലോട്ടൊന്നും കൂടി എടുത്തിട്ടിട്ട് രണ്ടും കൂടി ഒന്ന് ഒരേ വേവിൽ വറുത്തെടുക്കാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ടേസ്റ്റ് നോക്കാം ഗൈസ്. അപ്പോൾ അതിനായി ഞാൻ കടയിൽ നിന്നാണ് ടൊമാറ്റോ സോസ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് കൂട്ടി ചെയ്ത് തിന്ന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് തിന്നിട്ടുണ്ട് കുറേ വട്ടം, എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി തിന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിന്നേണ്ട ടേസ്റ്റ് നോക്കാം കേട്ടോ. ഞാൻ ക്യാമറ ഒന്ന് ശരിയാക്കി വെക്കട്ടെ. അത് കാണിച്ചാൽ അവിടെ ഇങ്ങനെ തിരിച്ചു വെച്ചതാണ്. നമുക്ക് തിന്ന് നോക്കാം. ഇതിൽ ഡിപ്പ് ചെയ്ത് അപ്പം അതാട്ടെ ഗൈസ്, നമുക്ക് ഇട്ട് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാനിത് തിന്നട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ എൻഗേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.